ഷബ്ന, കോടതി ഈ ഒരു വലിയ അതിരൂക്ഷ വിമർശനമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഉന്നയിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നാടകം കളിക്കരുത്, മുതിർന്ന അഭിഭാഷകരെ അപമാനിക്കരുത്, വേണ്ടി വന്നാൽ ജാമ്യം റദ്ദാക്കാനുള്ള വകുപ്പുണ്ട് എന്നുള്ള തരത്തിലുള്ള താക്കീതൊക്കെ നൽകുന്നുണ്ട്. നിലവിൽ ഇപ്പോഴും കോടതി ഈ ഒരു വാദം പരിഗണിക്കുകയാണോ? കോടതിയുടെ തുടർ നടപടികൾ ഏതു രീതിയിലായിരിക്കും? സ്വാതി, 12 മണിക്കകം ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകാനാണ് കോടതി ഇപ്പോൾ അഭിഭാഷകർക്ക് നിർദ്ദേശം നൽകിയത്. ഇന്നലെ എന്തുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ ജയിലിൽ കഴിഞ്ഞത് എന്നത് സംബന്ധിച്ച് വിശദീകരിക്കണം. ജയിലിലുണ്ടായ നാടകം എന്തിനായിരുന്നു എന്നത് വിശദീകരിക്കണം. കോടതിയാണ് മുകളിൽ, ബോബി ചെമ്മണ്ണൂരല്ല. ബോബി ചെമ്മണ്ണൂരിന് മുകളിലാണ് കോടതി എന്ന കാര്യം ആലോചിക്കണം. ഇപ്പോൾ ജയിൽ മോചിതനായി എന്ന് പറയുന്നു. ഈ ജയിൽ മോചിതനായ ആളെ വേണമെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ ഇപ്പോൾ കോടതിക്ക് സാധിക്കും. പോലീസിനൊരു നിർദ്ദേശം കൊടുത്താൽ മാത്രം മതി, പോലീസ് ഉടൻ അറസ്റ്റ് ചെയ്യും. അത്തരത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് കോടതി പോകേണ്ടതുണ്ടോ എന്നായിരുന്നു ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ചോദ്യം. അതോടൊപ്പം തന്നെ ഈ കേസിന്റെ അന്വേഷണം വേഗത്തിൽ പൂർത്തീകരിക്കണം എന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കകം ഇതിന്റെ അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയത്. പെട്ടെന്ന് തന്നെ ഈ കേസിൽ തീർപ്പ് കൽപ്പിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും വേണം. ഒരു മുതിർന്ന അഭിഭാഷകനാണ് ഇന്നലെ ഹാജരായി ജാമ്യം വാങ്ങിയത്. ഈ മുതിർന്ന അഭിഭാഷകനെ വരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് ബോബി ചെമ്മണ്ണൂരിന്റെ പേരിൽ ഭാഗത്തു നിന്നുണ്ടായത്. ഈ തടവുകാരുടെ വക്കാലത്ത്, അതായത് ജയിലിൽ കഴിയുന്ന എല്ലാ തടവുകാരെയും വക്കാലത്തെടുക്കാൻ ബോബി ചെമ്മണ്ണൂർ ആരാണ്? നിയമത്തിന് ആരും അതീതരല്ല. ഇത്തരം വക്കാലത്തെടുക്കേണ്ട കാര്യം ബോബി ചെമ്മണ്ണൂരിനില്ല. ഈ സഹതടവുകാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് സഹായം നൽകാൻ വേണ്ടി അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് താൻ ജയിലിൽ കഴിയുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. എന്തിനാണ് ഈ സഹതടവുകാരുടെ കാര്യങ്ങൾ ഈ ബോബി ചെമ്മണ്ണൂർ നോക്കുന്നത്? അതിനിവിടെ കോടതികളുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്. ഈ നിയമ സംവിധാനത്തിനനുസരിച്ചാണ് ഇവിടുത്തെ ഓരോ പൗരനും പ്രവർത്തിക്കേണ്ടത്. ബോബി ചെമ്മണ്ണൂരിന് മാത്രമായി പ്രത്യേക നിയമമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ബോബി ചെമ്മണ്ണൂർ ഇടപെടേണ്ടതില്ല എന്നാണ് കോടതി പറഞ്ഞത്. എന്താണ് ഇന്നലെ ജയിൽ മോചിതനാകാതിരുന്ന സാഹചര്യം എന്നത് സംബന്ധിച്ച് വിശദീകരിക്കണം. അത്തരം വിശദീകരണം കേട്ടതിന് ശേഷം കോടതി ഇതിൽ തീരുമാനമെടുക്കാം എന്നാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ നോട്ടീസ് അയക്കാനും കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഹൈക്കോടതി ഏതായാലും ബോബി ചെമ്മണ്ണൂരിന് നോട്ടീസ് അയക്കുകയും ചെയ്യും. മറ്റൊന്ന്, ഇന്നലെ ഈ ജാമ്യ ഉത്തരവിൽ തന്നെ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. പൊതുസമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന ഒരു നടപടിയാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ നടപടികൾ, പോലീസിൻ്റെ നടപടിയും അതോടൊപ്പം തന്നെ കോടതിയുടെ ഇടപെടലും ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു സന്ദേശമാകണം എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. മറ്റൊന്ന്, ഈ കോടതി ഉത്തരവിൽ എനിക്ക് തോന്നുന്നത് കോടതികൾ സാധാരണമായി പറയാത്തൊരു വിഷയം കൂടി കോടതി ഇന്നലെ ഈ ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ബോഡി ഷെയ്മിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഒരാളുടെ ശരീരഘടനയെക്കുറിച്ച്, അല്ലെങ്കിൽ അയാൾ പൊക്കം കൂടിയ ആളാണ്, പൊക്കം കുറഞ്ഞ ആളാണ്, തടിച്ച ആളാണ്, മെലിഞ്ഞ ആളാണ്, കറുത്ത ആളാണ്, വെളുത്ത ആളാണ് തുടങ്ങിയ രീതിയിലുള്ള ബോഡി ഷെയ്മിങ് ഇത് ആണായാലും പെണ്ണായാലും അവസാനിപ്പിക്കേണ്ടതാണ്. അത്തരത്തിൽ പറയാൻ യാതൊരു വ്യക്തിക്കും അവകാശമില്ല തുടങ്ങിയ കാര്യങ്ങൾ ഇന്നലെ കോടതി ആ ഉത്തരവിൽ തന്നെ എഴുതി ചേർക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള വലിയ പരാമർശങ്ങളോടെയായിരുന്നു ഈ കോടതി ജാമ്യം അനുവദിച്ചത്. ഈ ജാമ്യം അനുവദിക്കുമ്പോഴാകട്ടെ സാധാരണ ഇന്നലെ തന്നെ പൂർത്തീകരിക്കാൻ പറ്റാവുന്ന ഒരു ജാമ്യ വ്യവസ്ഥയുമാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. 2 ആൾ ജാമ്യം, 50,000 രൂപയുടെ ബോണ്ട്. ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള വലിയൊരു വ്യവസായിക്ക് ഈ ഒരു ജാമ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. 50,000 രൂപയുടെ ബോണ്ടും 2 ആൾ ജാമ്യവും ഉണ്ടാക്കാൻ യാതൊരു പാടുമില്ല. പെട്ടെന്ന് തന്നെ സംഘടിപ്പിക്കാവുന്ന ജാമ്യ വ്യവസ്ഥയാണ്. മറ്റ് ജാമ്യ വ്യവസ്ഥകൾ എന്ന് പറയുന്നത് ഈ അന്വേഷണത്തോട് സഹകരിക്കണം, സാക്ഷികളെ സ്വാധീനിക്കരുത്, തെളിവ് നശിപ്പിക്കരുത്, സമാനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുത്, അന്വേഷണ ഉദ്യോഗസ്ഥൻ വിളിപ്പിച്ചാൽ ചെല്ലണം, ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ ജാമ്യ വ്യവസ്ഥകൾ ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രോസിക്യൂഷനോ ഈ പരാതി നൽകിയ നടിക്കോ കോടതിയെ അറിയിക്കാം, ആ കൺസെൻറ്റ് കോടതിയെ അറിയിച്ച് ജാമ്യം റദ്ദാക്കുന്ന നടപടിയിലേക്ക് പോകാം തുടങ്ങിയ വ്യവസ്ഥകളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജാമ്യ വ്യവസ്ഥ പൂർത്തീകരിക്കാൻ വളരെ നിസ്സാരമായൊരു സമയം മാത്രമായിരുന്നു ഇന്നലെ വേണ്ടിയിരുന്നത്. ഈ ജാമ്യ ഉത്തരവ് കൈപ്പറ്റി മജിസ്ട്രേറ്റ് കോടതിയിലെത്തി ബോണ്ട് കെട്ടിവെച്ച് ഈ ആൾജാമ്യവും നൽകി ജയിലിലെത്തി ജയിൽ മോചിതനാകാമായിരുന്നു. അത്തരത്തിലുള്ള നടപടി അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് നടക്കുകയും അതിനുള്ള നീക്കം പെട്ടെന്ന് തന്നെ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ജയിലിലെത്തിയ അഭിഭാഷകർക്ക് മുന്നിൽ മറ്റൊരു നാടകമാണ് ബോബി ചെമ്മണ്ണൂർ കളിച്ചത്. താൻ ജയിൽ മോചിതനാകുന്നില്ല എന്നത്. അതാണ് കോടതിയെ ഇന്ന് ചൊടിപ്പിച്ചത്. കാരണം കോടതിയിൽ നിന്ന് അടിയന്തരമായി ജാമ്യം വേണം എന്നാവശ്യപ്പെടുകയും അഭിഭാഷകൻ, അതായത് മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള തന്നെ നേരിട്ടെത്തി ഇത്തരത്തിൽ വാദം നടത്തുകയും ജാമ്യം മേടിക്കുകയും ചെയ്തിട്ട് അഭിഭാഷകരെയും കോടതി
കോടതിയെയും കബളിപ്പിക്കുന്ന അല്ലെങ്കിൽ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയായി പോയി എന്നതാണ് കോടതിയുടെ കണ്ടെത്തൽ. ഇന്ന് വലിയ വിമർശനം, അസാധാരണമായ ഒരു നീക്കമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് പറഞ്ഞ് ആ വിധി ഒപ്പിട്ട് നൽകിയാൽ കോടതി അതിൻ്റെ പിന്നാലെ പിന്നെ പോകാറില്ല. പക്ഷേ ഇന്നലെ മാധ്യമ ശ്രദ്ധ കിട്ടാനാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി. അത് കോടതിയെ കബളിപ്പിക്കലാണ്, കളിയാക്കലാണ്, അധിക്ഷേപിക്കലാണ്. കോടതി അതിന് നിന്ന് തരില്ല എന്ന് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്ന് 12 മണിക്ക് ഇത് സംബന്ധിച്ച് വിശദീകരണം കൊടുക്കാനാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും അതിരൂക്ഷ വിമർശനമാണ് കോടതി ബോബി ചെമ്മണ്ണൂരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. 12 മണിക്ക് മുൻപ് വിശദീകരണം നൽകാനാണ് അഭിഭാഷകരോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അഭിഭാഷകരെ രാവിലെ കോടതി വിളിക്കുകയായിരുന്നു. ഇന്നലെ ജാമ്യം ലഭിച്ച ബോബി ചെമ്മണ്ണൂർ ഇന്നലെ പുറത്തിറങ്ങിയില്ല. കോടതിയിൽ കഴിയുന്ന, ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങാൻ കഴിയാത്ത തടവുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ അവിടെ കഴിഞ്ഞത്. ഇന്നിപ്പോൾ പുറത്തിറങ്ങിയ ബോബി ചെമ്മണ്ണൂരിൻ്റെ വാക്കുകളും അതുതന്നെയായിരുന്നു. തന്നെ കണ്ട് അവർ പണം നൽകാനില്ല എന്ന് പറഞ്ഞു. അവരുടെ വാക്കുകൾ കേട്ട് അത് അവർക്ക് വേണ്ടിയിട്ടാണ് കോടതിയിൽ കഴിഞ്ഞത് എന്നാണ് പറഞ്ഞത്. പക്ഷേ രാവിലെ അസാധാരണ നീക്കവുമായി കോടതി രംഗത്തെത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ കോടതിക്ക് പുറത്ത്, ജയിലിന് പുറത്തേക്ക് ജാമ്യം നേടി ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അതിനാടകീയ രംഗങ്ങളാണ് ജയിലിന് പുറത്തും അരങ്ങേറിയത്. മെൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവുമായി കുറച്ച് ആളുകൾ വന്ന് അവിടെ പടക്കം പൊട്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു പോലീസ് സ്റ്റേഷൻ്റെ, ജയിലിൻ്റെ പരിസരത്ത്. എന്നാൽ പോലീസുകാർ എത്തി അത് തടയുകയും പടക്കം പിടിച്ച് വാങ്ങുകയും ചെയ്തു. തങ്ങൾ എന്തായാലും പടക്കം പൊട്ടിക്കും, അതുപോലെ ബോബി ചെമ്മണ്ണൂരിന് സ്വീകരണം ഒരുക്കും, ബോബി ചെമ്മണ്ണൂർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള തരത്തിലാണ് അവരുടെ വാക്കുകൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കോടതി 12 മണിക്ക് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. വിശദീകരണം ലഭിച്ചതിന് ശേഷമാകും ഇനി തുടർ നടപടികളിലേക്ക് പോകുക. കോടതി പറയുന്നത് ബോബി ചെമ്മണ്ണൂരിന് അനുവദിച്ച ജാമ്യം റദ്ദാക്കാനുള്ള വകുപ്പ് വരെയുണ്ട്, അത് വേണോ എന്നാണ് കോടതി ചോദിക്കുന്നത്. കോടതി അതിരൂക്ഷ വിമർശനം തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഉന്നയിക്കുന്നത്. നോട്ടീസ് അയക്കുമെന്നും കോടതി പറയുന്നുണ്ട്.